ഹായ്ഡാ എന്തെല്ലാം. അപ്പോൾ ഇന്ന് നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ ഒരു കല്യാണത്തിന് പോവാണ്. ആരുടെ കല്യാണം എന്നൊക്കെ ഞാൻ വഴിയെ പറയാം. പിന്നെ ഇതെല്ലാം വരുന്നതെല്ലാം നമ്മുടെ കമ്പനി മേറ്റ്സാണ്, നമ്മളെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അവിടെ എത്തി. അവിടെ എത്തിയത് ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്തു, ഫസ്റ്റ് ജ്യൂസ് കുടിക്കാൻ പോയി. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ ജ്യൂസും കുടിച്ച് കുറേ കാര്യമെല്ലാം പറഞ്ഞ് അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്നു. എന്നിട്ട് അങ്ങനെ കുറച്ച് നേരം പുറത്ത് നിന്ന് അങ്ങനെ എല്ലാവരും കൂടെ വന്നപ്പോൾ നമ്മൾ നേരെ അകത്തോട്ട് പോയി. അങ്ങനെ ഇതാടെ ഉള്ളിൽ കയറിയപ്പോൾ താണ്ടൂടെ നമ്മുടെ കല്യാണ ചെക്കനും കല്യാണ പെണ്ണും ഇതായി നിൽക്കുന്നു. ചിരിച്ചോണ്ട് നിൽക്കണതാണ് നമ്മുടെ ഫ്രണ്ട്. പിന്നെ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറി കൊടുക്കുന്ന തിരക്ക്. ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വരെ ക്യൂല് നിൽക്കേണ്ട അവസ്ഥ. അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ നിന്നു. അപ്പോൾ തന്നെ നമ്മുടെ അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന സൂപ്പർവൈസറിൻ്റെ മോനാണ്. പിന്നെ അങ്ങനെ ആ കുട്ടീനെ കുറച്ച് നേരം കളിപ്പിച്ച് അങ്ങനെ നിന്നു. പിന്നെ നമ്മളങ്ങനെ പോയി ഗിഫ്റ്റ് എല്ലാം കൊടുത്ത് നമ്മളൊരു ഫോട്ടോയ്ക്കും കൂടി പോയി ചെയ്തിട്ടാണ് പോയത്. പിന്നെ എന്തായാലും നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫോട്ടോ നിർബന്ധമാണല്ലോ. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾ ഫുഡ് അടിയാണല്ലോ. അപ്പോൾ നേരെ അങ്ങനെ ഫുഡ് അടിക്കാൻ പറ്റും. അപ്പോൾ അവിടെ ദൗരത്തം കഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നോക്കിയില്ല അവൻ്റെ പ്ലേറ്റിലും കുറേ കഴിയിട്ട് വരി. പിന്നെ ഫുഡ് കഴിക്കാനാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, ലൈനായിരുന്നു, ഭയങ്കര ക്യൂല് നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ക്യൂല് നിന്ന് ലാസ്റ്റ് നമുക്കും കിട്ടി സീറ്റ്. അങ്ങനെ സീറ്റൊക്കെ കിട്ടി. സീറ്റിലിരുന്ന് കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് അങ്ങനെ ഇരുന്നേ. പിന്നെ അടുത്തത് നമ്മൾ അടുത്തതാണല്ലോ ഫുഡിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ്. അപ്പം അങ്ങനെ നോക്കിയിരിക്കുക. ഫസ്റ്റ് ഇല വന്നു. ഇലയ്ക്ക് ശേഷം ഒരു ബോട്ടിൽ വെള്ളം തന്നു. പിന്നെ ബോട്ടിൽ വെള്ളം തന്നാൽ പിന്നെ ഇല കഴുകണമല്ലോ, അതല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അങ്ങനെ ഇലയും കഴുകി നമ്മൾ എന്ത് ചെയ്തു, അടുത്ത ഫുഡിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഫുഡൊക്കെ വന്നു. പിന്നെ ഫുഡ് ഇങ്ങനെ ഓരോരോ ഏതാണ് നല്ലത് കൊള്ളാമെന്നൊക്കെ നോക്കി ടേസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഓരോ ഫുഡിൻ്റെ ടേസ്റ്റിങ്ങും അതിനെക്കുറിച്ച് പറയലും അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ. പിന്നെ അങ്ങനെ ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ കല്ല് പോലെ ഇരിക്കുന്നൊരു സാധനം കണ്ടോ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുദ്ദ. അത് കർണാടകക്കാരുടെ ഒരു സ്പെഷ്യൽ സാധനമാണേ. അത് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. പക്ഷെ എനിക്കെന്തോ ഇഷ്ടമായില്ല, ഞാൻ തിന്നില്ല. ഒന്ന് ടേസ്റ്റ് നോക്കി, എത്രമാത്രം എനിക്കിഷ്ടമായില്ല. അങ്ങനെ ഓരോരോ സാധനം കഴിച്ചു. പിന്നെ അങ്ങനെ കുറച്ച് ചോറും വന്നു. പിന്നെ ചോറ് സാമ്പാറിൻ്റെ കൂടെ കഴിച്ചു. പിന്നെ കർണാടകക്കാരുടെ സ്പെഷ്യൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരൊരു ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞാൽ അവർ വെറും കൈയോടെ പോരുത് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ തരും. ഇവിടെ നിന്ന് നമുക്ക് തന്നത് ആ പൊതിയിലിരിക്കുന്ന നമുക്ക് തേങ്ങയാണ്. അങ്ങനെ സദ്യ കഴിഞ്ഞിട്ട് നേരെ പോയ ഒരു ഐസ്ക്രീമും തിന്നിട്ട് അങ്ങനെ അങ്ങനെ നിന്നേ. പിന്നെ കുറച്ച് നാട്ടുവർത്താനായി, ആരോരോ കുറ്റങ്ങളായി, കുശലങ്ങളായി, അങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ വെറ്റിലപ്പാക്ക് പോലത്തെ ഒരു സാധനം തിന്ന്. അപ്പം നമ്മളും തിന്നില്ലേ. അപ്പം ഇങ്ങനെ തിന്നണ്ട്, ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അണ്ണൻ നമുക്ക് എങ്ങനെ തിന്നണമെന്ന് കാണിച്ചു തരുന്നതാണിത്. അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ പോവാണ്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.